ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം ഭംഗിയായി സമാപിച്ചിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തീർത്ഥാടനം സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയത്. അതിൽ ഭക്തർ സംതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർത്ഥാടന ക്രമീകരണങ്ങളിൽ അനുഭവസമ്പന്നരെ ഉൾപ്പെടുത്തി വരുത്തിയ മാറ്റങ്ങളും വെർച്വൽ ക്യൂവും ഒപ്പം തത്സമയ ബുക്കിംഗ് ഏർപ്പെടുത്തിയതും മണിക്കൂറുകൾ നീളാതെ ദർശന സൗകര്യം ലഭ്യമാക്കിയതുമൊക്കെ സുഖദർശനത്തിന് ഇടയാക്കിയ കാരണങ്ങളാണ്. ഈ സീസണിൽ 1/2 കോടിയോളം പേരാണ് ശബരിമല സന്ദർശിച്ചത്. പ്രതിദിനം 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയെന്നാണ് കണക്കാക്കുന്നത്. അതിൽ പല ദിവസങ്ങളിലെയും കണക്ക് 1,00,000-ന് മുകളിലാണ്. തീർത്ഥാടന സീസൺ വിജയപ്രദമാക്കിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഈയൊരു തീർത്ഥാടന കാലം മാത്രം ലക്ഷ്യമിട്ടല്ല, 25 വർഷം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ട് തയ്യാറാക്കിയ ലേഔട്ട് പ്ലാനിന് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സന്നിധാനത്തിൻ്റെ വികസനത്തിനായി ആദ്യഘട്ടത്തിൽ 600,47 രൂപയും 2028-33 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 100,02,00,000 രൂപയും 2034-39 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77,68,00,000 രൂപയും അങ്ങനെ ആകെ 778,17,00,000 രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിട്ടുള്ളത്.